ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് ഈ സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാമിന് ഇഡി നോട്ടീസ് അയച്ചു. അടുത്ത ചൊവ്വാഴ്ച ഹാജരാകാനാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടത്. ജയറാമിനെ SIT നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. സിബി ജോസഫ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിബി, SIT ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഒരു ED അന്വേഷണത്തിന്റെ കുരുക്കിലേക്ക് കൂടി ജയറാം എത്തുന്നത്. കാരണം നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട മുരാരി ബാബു ആണെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ആണെങ്കിലും ജാമ്യം തേടി പുറത്തിറങ്ങിയതിന് പിന്നാലെ ED പിടിമുറുക്കിയിരുന്നു. പക്ഷെ അവരൊക്കെ കേസിലെ പ്രതികളാണ്. പക്ഷേ ജയറാമിനെ പ്രാഥമികമായി ചോദ്യം ചെയ്തതേ ഉള്ളൂ. പക്ഷേ EDയും പിന്നാലെയുണ്ട്. ജിൽസി, തീർച്ചയായും ഇപ്പോൾ ഈ SITയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അവിടെ ജാമ്യം ലഭിച്ച ഇപ്പോൾ മുരാരി ബാബുവിനടക്കം കഴിഞ്ഞ ദിവസം ED ചോദ്യം ചെയ്തിരുന്നു. എന്നാലും ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് നടൻ ജയറാമിനെ കൂടി ED ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അടുത്ത ചൊവ്വാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ജയറാമിന് ED ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിന് എന്ത് ബന്ധമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു അന്വേഷണ വിധേയമാക്കുന്നത്. അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ, ഈ പാളികൾ ജയറാമിൻ്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് അവിടെ ചില പൂജകൾ നടന്നു എന്ന വാർത്തകൾ പുറത്തുവരികയും പിന്നീട് ജയറാം അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അന്ന് ജയറാം വ്യക്തമാക്കിയത് താൻ കഴിഞ്ഞ 40 വർഷമായി ഇത്തരത്തിൽ ശബരിമലയിൽ പോകുന്ന ആളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വെച്ച് കണ്ട് നല്ല ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോറ്റി ഇത്തരത്തിൽ ഈ ഒരു പാളികൾ കൊണ്ടുവന്നതും പിന്നീട് അത് വീട്ടിൽ ഐശ്വര്യം വരുമെന്ന ഒരു പ്രതീക്ഷയോടെ വിശ്വാസത്തോടെയാണ് അവിടെ പൂജകൾ നടത്തിയെന്നുള്ളതാണ് ജയറാം അന്ന് പറഞ്ഞിരുന്നത്. മാത്രമല്ല SIT ജയറാമിനെ വിളിച്ചു വരുത്തുകയും മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അന്നും SITക്ക് മുൻപാകെ ജയറാം ഈ കാര്യങ്ങൾ ആവർത്തിക്കുകയും തനിക്ക് ഈ കാര്യത്തിൽ അല്ലെങ്കിൽ താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ₹1 പോലും നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു ജയറാമിൻ്റെ മൊഴി. എന്തായാലും SITയുടെ കേസിൽ ജയറാമിനെ സാക്ഷിയാക്കാനാണ് തീരുമാനം. എന്നാൽ ED ഇപ്പോൾ ജയറാമിനെ വിളിച്ചു വരുത്തുമ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം EDയുടെ ഒരു അന്വേഷണ പരിധി എന്ന് പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ജയറാമിനെ വിളിച്ചു വരുത്തുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിയുക എന്നുള്ളത് ഏറെ പ്രധാനം തന്നെയാണ്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ളൊരു ബന്ധം തന്നെയാകും ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ ഇത്തരത്തിൽ ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധമായിരിക്കും ED ചോദിക്കാൻ പോവുക. മറ്റൊന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പണം നൽകിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളടക്കമായിരിക്കും മറ്റൊന്ന് ചോദ്യം ചെയ്യാൻ പോകുക. എന്തായാലും ഇതിൽ ജയറാം പറയുന്നത് ₹1 പോലും താൻ നൽകിയിട്ടില്ല. ഒരു വിശ്വാസ നിലയിൽ ഈ പാളുകൾ തന്നെ വീട്ടിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചു എന്ന് മാത്രമാണ്. എന്തായാലും ജയറാം ഇക്കാര്യം സ്ഥിരീകരിക്കുകയും അത് മാധ്യമങ്ങൾക്ക് മുൻപാകെ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ നിർണായകമായ നീക്കങ്ങൾ തന്നെയാണ് ED നടത്തുന്നത്. നേരത്തെ മുരാരി ബാബുവിനെയും ശ്രീകുമാരെയൊക്കെ ചോദ്യം ചെയ്തിരുന്നു. കൂടാതെ ഈ SIT കേസിൽ സ്വാഭാവികമായി ജാമ്യം ലഭിച്ച് പുറത്തു വരുന്ന എല്ലാവർക്കും തന്നെയും നോട്ടീസ് നൽകിക്കൊണ്ട് വിളിച്ചു വരുത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും നടൻ ജയറാമിന് EDയുടെ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ബുധനാഴ്ച നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജയറാമിന് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ജിൽസി, ശരി സിബി. അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയറാമിനെ SIT ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടൻ ജയറാമിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അടുത്ത ചൊവ്വാഴ്ച ഹാജരാകാനാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്.